ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നിവിടെ എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ചെറിയൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് വെക്കാനുള്ള കേക്ക് മോൾഡിൽ നമുക്ക് എണ്ണ ഇതുപോലെ ഒന്ന് തൂത്തെടുക്കാം. നിങ്ങൾക്ക് ഏത് പാത്രം വേണേലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ നന്നായി ഒന്ന് കറക്കിയെടുക്കാം. ഈ സമയം നമ്മളൊരു കുക്കർ അടുപ്പിലൊന്ന് ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പകരം എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായി ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ബാറ്ററിന് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ സ്വല്പം പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ മിശ്രിതം ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ചൂടായി കിടക്കുന്ന കുക്കറിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുക്കർ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതിൽ വിസിൽ നമ്മൾ വെക്കുന്നില്ല. മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു 30 മിനിറ്റ് കഴിയാതെ ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കരുത്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ തയ്യാറാക്കിയ ഈസിയും ടേസ്റ്റിയും സ്പോഞ്ചിയുമായിട്ടുള്ള നമ്മളുടെ കേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.